നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 25/9/2025 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 186, RSS 5 കിലോ 183, ISNL 20 163, ലാറ്റക്സ് 60% DRC ഉള്ള 127.85 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 186, RSS 5 കിലോ 183. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 178, ലോട്ട് കിലോ 167 മുതൽ 172. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 മുതൽ 75 പൈസയാണ്. ഇനി ഇന്നത്തെ വ്യാപാരി നോക്കുമ്പോൾ RSS 4 കിലോ 178, RSS 5 കിലോ 175, ISNL 20 161 50 പൈസ മുതൽ 162. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ വ്യാപാരി വിലയിൽ 102 മുതൽ 107. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇപ്പോഴുള്ള അനുകൂലമായ കാലാവസ്ഥയാണ് വളമിടുവാൻ. വളം ചേരുമ്പോൾ തടിയിൽ നിന്ന് ഏകദേശം 2 അടി മാറ്റി ചാലിലാണ് യഥാർത്ഥത്തിൽ വളം കരിയിലേക്ക് മാറ്റി വളമിടേണ്ടത്. അത് തൂമ്പ വെച്ച് കളച്ചോ മറ്റും വളമിടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ റബ്ബറിൻ്റെ പന്ന മുകളിലായതുകൊണ്ട് പന്ന മുറിഞ്ഞാൽ പിന്നെ റബ്ബർ പാലിൻ്റെ ശേഖരം കുറവായിരിക്കും. ഇന്നത്തെ ടാപ്പിങ്ങിന് പ്രതികൂല കാലാവസ്ഥയായാൽ മിക്ക സ്ഥലങ്ങളിലും ടാപ്പിംഗ് നടത്തുന്നില്ല. കാരണം ശക്തമായ മഴയല്ലെങ്കിലും ഇടത്തരം മഴയൊക്കെ ചാറ്റൽ മഴയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പല ആൾക്കാരും വെട്ടാനും മടിച്ചു. ഈ കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ 22 ക്യാരറ്റ് 1 ഗ്രാം 10,575, 1 പവൻ 84,600. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 11,537, 1 പവൻ 92,296. അതുപോലെ 18 ക്യാരറ്റ് 8,653, 1 പവൻ 69,224. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണമായൊക്കെ ആകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധ ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കും. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, പച്ചത്തേങ്ങ 60 മുതലും, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കൊപ്ര എടുത്തപടി 219, കൊക്കോ 340, കശുവണ്ടി 100, കച്ചോലം ഉണങ്ങിയത് 480, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, ജാതിക തൊണ്ടോടുകൂടി 250, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ഗ്രാമ്പു 780, നാടൻ 895, ചുക്ക് പെസ്റ്റ് 250, മഞ്ഞൾ സേറ്റ് 155, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 684, കുരുമുളക് പുതിയത് 674, കുരുമുളക് ഗാർബിൾഡ് 704, കുരുമുളക് വയനാടൻ 675, കുരുമുളക് ചേട്ടൻ 665. ഇപ്പോൾ പനി പടരുകയാണ്. 1.5 മാസത്തിനിടെ 57 പേർക്കാണ് കൊല്ലം ജില്ലയിൽ പനി. ഇക്കാലയളവിൽ 3 മരണവും ഉണ്ടായി. കുട്ടികൾക്ക് 3 ദിവസത്തിൽ അധികം പനിയുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അത് ഇൻഫ്ലുവൻസ ആയിരിക്കാം പകരുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വൈറസ് പടരും. വൈറസ് ബാധയേറ്റ സമ്പർക്കത്തിലായ വ്യക്തികൾ വായിലോ മൂക്കിലോ കൈകൊണ്ട് സ്പർശിച്ചാലും പകരും. അമിത ഭയം വേണ്ട, ജാഗ്രത വേണം. വല്ല പനിവെല്ലാം മറ്റും വരുമ്പോൾ വിദഗ്ധ ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ ശ്രമിക്കുക. സ്വയം ചികിത്സ അരുത്. മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറിപ്പ് കണ്ട് ഉടനെ മരുന്നുകൾ വാങ്ങിക്കരുത്. വിദഗ്ധ ഡോക്ടറിൻ്റെ ചികിത്സ പ്രകാരം മാത്രമേ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമെന്ന് ഇത്രയും സമയം ക്ഷമയോടെ കേട്ടെന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും